പ്രഭാതവന്ദനം. കിടമ്പെടുക്കുന്നൊരു സൂര്യമൂർത്തേ പ്രഭാതവന്ദനം. അനന്തനീല മഹാസമുദ്രമേ പ്രഭാതവന്ദനം. സാന്ദ്രമാകും നഗരപ്രവാഹമേ പ്രഭാതവന്ദനം. നന്മയോടും നിറമാർന്ന ഗ്രാമമേ പ്രഭാതവന്ദനം. തുടിച്ചു പാടുന്ന പക്ഷിവൃന്ദമേ പ്രഭാതവന്ദനം. തമസിൽ നിന്നും ഉണരും മനസ്സേ പ്രഭാതവന്ദനം. നമസ്കാരം. പ്രഭാതവന്ദനത്തിലേക്ക് സ്വാഗതം. കർക്കടക മാസാചരണത്തിന്റെ തിരക്കിലാണ് നാം മലയാളികൾ. രാമായണം പാരായണം ചെയ്തും സന്ധ്യാനാമം ജപിച്ചും ആയുർവേദ മരുന്നുകൾ സേവിച്ചും പഞ്ഞമാസത്തെ നാം തള്ളി നീക്കുകയാണ്. താപം മാറിവരുന്ന ഈ വേളയിൽ ആയുർവേദ ഔഷധങ്ങൾ ശരീരത്തിന് മാത്രമല്ല മനസ്സിനും പ്രസരിപ്പും ഓജസ്സും നൽകുന്നുവെന്നാണ് പൗരാണിക മതം. രാമായണ പാരായണത്തിലൂടെ ആത്മീയമായും ഔഷധ സേവയിലൂടെ ശാരീരികമായുമുള്ള പക്വത നേടാൻ നിങ്ങൾക്കേവർക്കും കഴിയണം. അതിനുള്ള ആർജവം നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രഭാതവന്ദനത്തിലേക്ക് കടക്കുന്നു. ആയുർവേദത്തിൽ നേത്രചികിത്സയ്ക്കുള്ള പ്രാധാന്യം അനന്യവും അനുപമവുമാണ്. സങ്കീർണമായ ശസ്ത്രക്രിയകളില്ലാതെ ലളിതമായ ഔഷധ പ്രയോഗം കൊണ്ട് നേത്ര സംരക്ഷണം ഉറപ്പുവരുത്തുകയാണ് പ്രമുഖ ആയുർവേദ ഭിഷഗ്വരനായ ഡോക്ടർ ബി ജി ഗോകുലൻ. ഏഷ്യയിലെ തന്നെ പ്രമുഖ നേത്രചികിത്സാ ഇൻസ്റ്റിറ്റ്യൂട്ടായ ശങ്കര നേത്രാലയത്തിൽ നിന്നും പരിശീലനം സിദ്ധിച്ച ഡോക്ടർ ഗോകുലൻ തേൻ തെറാപ്പിയിലൂടെ അന്താരാഷ്ട്ര ചാനലായ ഡിസ്കവറിയിലും തന്റെ സാന്നിധ്യം അറിയിച്ചിരിക്കുകയാണ്. സുദർശന വഴികൾ നിർദ്ദേശിക്കുന്ന ഡോക്ടർ ബി ജി ഗോകുലന്റെ സാന്നിധ്യത്തിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. ആയുർവേദത്തിന്റെ കൈപുണ്യത്തിലൂടെ പതിനായിരങ്ങൾക്ക് ദർശനമഹിമയുടെ സായുജ്യം പകരുകയാണ് ഡോക്ടർ ബി ജി ഗോകുലൻ. സുദർശനയിലിരുന്ന് തർപ്പണവും നസ്യവും ധാരയുമൊക്കെ ആധുനിക ചികിത്സയുമായി സമന്വയിപ്പിച്ച് ആഗോള ശ്രദ്ധ നേടുന്ന ഡോക്ടർ ഗോകുലന്റെ രേഖാചിത്രമാണിത്. സുദർശന മഹിമയുടെ സൂത്രധാരൻ. കർക്കിടകത്തിന്റെ മഴ വീഴുന്ന പകൽ. ഞങ്ങൾ പഴമയുടെ പ്രൗഢിയുമായി നിൽക്കുന്ന തിരുവല്ല മഞ്ഞാടിയിലെ സുദർശനയിലേക്ക് കടക്കുകയാണ്. ആയുർവേദ മഹിമയിലൂടെ ആഗോള പ്രശസ്തിയിലേക്ക് ഉയർന്ന ഡോക്ടർ ഗോകുലൻ എന്ന നേത്രരോഗ വിദഗ്ധനെ കാണാനും അറിയാനും. ഡോക്ടർ എത്തിയിട്ടില്ലെങ്കിലും ഇവിടം സജീവമായി കഴിഞ്ഞിരിക്കുന്നു. സ്വദേശികളും വിദേശികളുമുണ്ട് ഇക്കൂട്ടത്തിൽ. ആധുനികതയുടെ തേരിലേറുമ്പോഴും പാരമ്പര്യ പുണ്യം കൈവിടുന്നില്ല ഡോക്ടർ ഗോകുലൻ. ആയുർവേദ ബിരുദവും ഗുരുകുല സമ്പ്രദായത്തിൽ നേത്ര ചികിത്സയും പഠിച്ച അദ്ദേഹം തന്റെ ആത്മീയ ഗുരുവിനെ വണങ്ങിക്കൊണ്ടാണ് കൃത്യങ്ങളിലേക്ക് കടക്കുന്നത്. തുടർന്ന് പരിശോധനാ മുറിയിലേക്കാണ്. വിവിധതരം നേത്ര വിഷയങ്ങളുമായി വ്യത്യസ്ത പ്രായത്തിലുള്ളവർ, കാഴ്ചക്കുറവ്, നിശാന്തത, തിമിരം തുടങ്ങി സൈനസും ഗ്ലൈക്കോമയും ക്യാൻസറും വരെയുള്ള രോഗങ്ങളുമായാണ് ആയുർവേദത്തിന്റെ പുലിമ തേടി രോഗികളെത്തിയിരിക്കുന്നത്. വിശദമായി പരിശോധിച്ചും വിവരങ്ങൾ ചോദിച്ചും രോഗത്തെ അറിയുകയാണ് ഡോക്ടർ ഗോകുലൻ. ഒപ്പം അതിനുവേണ്ട ചികിത്സാക്രമങ്ങളും നിശ്ചയിക്കുകയാണ്. നേത്രരോഗങ്ങൾ 90% ആയുർവേദ ചികിത്സയിലൂടെ ഫലപ്രദമാക്കാമെന്ന് ഈ രംഗത്ത് 1.5 ദശാബ്ദം കൊണ്ട് മികവ് നേടിയ ഡോക്ടർ ഗോകുലൻ പറയുന്നു.
ധാരയും തർപ്പണവുമൊക്കെ അംഗീകരിച്ച ആധുനിക ലോകം ഈ ചികിത്സയിൽ അത്ഭുതം കൂറുകയാണെന്ന് ഡിസ്കവറി ചാനലിൽ തേൻ തെറാപ്പിയെക്കുറിച്ച് വിശദമാക്കിയ ഡോക്ടർ ഗോകുലൻ പറയുന്നു. നമ്മുടെ ഇന്നത്തെ ഈ സമൂഹത്തിൽ നേത്രരോഗം വളരെയധികം വർദ്ധിച്ചു വരികയാണ്. എന്താണ് നമ്മുടെ ഈ ഇത്രയധികം നേത്രരോഗങ്ങൾ ഇത്രയധികം വർദ്ധിച്ചു വരാനുള്ള സാഹചര്യം എന്താണ്? അതിപ്പോൾ എല്ലാം നമ്മളിപ്പോൾ കൂടുതൽ ആളുകളും ചർച്ച ചെയ്യുന്നൊരു വിഷയമാണ്. കാരണം ഈ പുതിയ തലമുറയിലെ ആളുകൾക്ക് ടെലിവിഷനും കമ്പ്യൂട്ടറും അത് രണ്ടും കണ്ണിന് ഏറ്റവും ആയാസം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അത് അമിതമായിട്ട് ഉപയോഗിച്ചാൽ. കാരണം ഇന്നത്തെ തലമുറ എന്ന് പറഞ്ഞാൽ കൊച്ചു പ്രായം മുതൽ ജനിച്ചു വീഴുന്ന പ്രായം മുതൽ അവർ കമ്പ്യൂട്ടറിലാണ് കളികൾ കാണുന്നത്. കുറച്ചുകൂടെ പ്രായമായി കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ ഓപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങുന്നു. അങ്ങനെ അതുമായിട്ടുള്ള സമ്പർക്കം വളരെയധികം കൂടുന്നുണ്ട്. അപ്പോൾ കണ്ണിന് യഥാർത്ഥത്തിൽ വേണ്ടത് പഴയ കാലത്തെ പോലെ 12 മണിക്കൂർ സൂര്യപ്രകാശവും 12 മണിക്കൂർ അന്ധകാരമാണ്, ഇരുട്ടാണ് കണ്ണിന് ശാന്തി കൊടുക്കുന്നത് അല്ലെങ്കിൽ റെസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ ഈ റെസ്റ്റിന്റെ ടൈം വളരെ കുറയാണ്. കണ്ണുകൊണ്ടുള്ള ആയാസത്തിനുള്ള സമയം ഒരുപാട് കൂടുന്നു. അങ്ങനെ ആയതുകൊണ്ടാണ് പ്രധാനമായിട്ടും കണ്ണിന്റെ അസുഖങ്ങൾ, കണ്ണിന്റെ കാഴ്ച സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ഒരുപാട് ഈ കാലഘട്ടത്തിൽ കൂടുന്നതെന്ന് എൻ്റെ ഒരു തോന്നലും. അതുമാത്രമല്ല അത് പല പഠനങ്ങളും അത് തെളിയിച്ചിട്ടുമുണ്ട്. അങ്ങ് ആയുർവേദ രംഗത്തേക്ക് കടന്നു വന്നിട്ട് ഒരു വ്യാഴവട്ടക്കാലം കഴിഞ്ഞിരിക്കുകയാണ്. എന്താണ് ഈ രംഗത്തേക്ക് കടന്നു വരാനുണ്ടായ ഒരു സാഹചര്യം എന്താണ്? ഞങ്ങൾ 10th സ്റ്റാൻഡേർഡ് കഴിഞ്ഞ ഉടനെ 79 കാര്യമാണ്. അപ്പോഴാണ് കോയമ്പത്തൂർ ആയുർവേദ കോളേജ് തുടങ്ങിയത്. 2ാമത്തെ വർഷമാണ്. ആദ്യത്തെ വർഷം എൻ്റെ മൂത്ത സഹോദരൻ ജോയിൻ ചെയ്യുണ്ടായി. ആ ഒരു പ്രേരണയുണ്ട്. അതുകൂടാതെ എൻ്റെ അമ്മ ഗുരുമുഖത്തുനിന്ന് ചെറിയ പ്രായത്തിൽ തുടങ്ങി ഗുരുമുഖത്തുനിന്ന് ആയുർവേദം പഠിച്ച് അഭ്യസിച്ച വ്യക്തിയാണ്. ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അമ്മയുടെ കൂടെ താല്പര്യത്തിലാണ് ഞാൻ ആയുർവേദ കോഴ്സിന് ചേരുന്നത്. അങ്ങനെ 7 വർഷത്തെ കോഴ്സ് കഴിഞ്ഞിറങ്ങുമ്പോഴാണ് ലോക സ്വാസ്ഥ്യ പരമ്പര സംവർദ്ധൻ സമിതി LSPSS എന്ന പേരിലൊരു ഓൾ ഇന്ത്യ അസോസിയേഷൻ ഉണ്ടായിരുന്നു. ഓർഗനൈസേഷൻ ആയുർവേദം ആയിട്ടുള്ള അല്ലെങ്കിൽ പാരമ്പര്യമായിട്ടുള്ള ഭാരതീയ പൈതൃകം സംരക്ഷിക്കുക അല്ലെങ്കിൽ ആരോഗ്യ പൈതൃകം സംരക്ഷിക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി സ്ഥാപിച്ചതാണ്. അപ്പം അങ്ങനെ നേത്രചികിത്സ എടുക്കാനുള്ളൊരു കാരണമുണ്ടായി 1987. എന്നാലും ഞാൻ കോളേജ് പഠനം കഴിഞ്ഞ ഉടനെ തന്നെ പ്രഗത്ഭരായിട്ടുള്ള അന്നത്തെ വളരെ വലിയ ഗുരുക്കന്മാർ, ഇപ്പോൾ അന്തരിച്ചു പോയിട്ടുള്ള ബ്രഹ്മശ്രീ വൈദ്യമഠം വലിയ നാരായണ നമ്പൂതിരി, ഇപ്പോഴുള്ള അദ്ദേഹത്തിന്റെ അച്ഛൻ, അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിന്റെ അടുത്ത് പഠിക്കാനായിട്ട് അവസരം ലഭിച്ചു. അതുകൂടാതെ വൈദ്യഭൂഷണം ചാലക്കുടി രാഘവൻ തൊഴിൽപ്പാട് എന്ന് പറയുന്ന പണ്ഡിതരത്നം, അദ്ദേഹം ഇതിലെ ഇപ്പോൾ കുലപതിയാണ്. ആയുർവേദ രംഗത്തെ ഇന്നുള്ള ജീവിച്ചിരിക്കുന്നതിലെ ഒരു കുലപതിയാണെന്ന് പറയാം. അദ്ദേഹത്തിന്റെ കൂടെ നിന്ന് അഭ്യസിക്കാനുള്ള അവസരം ഉണ്ടായി. അതിനുശേഷം നേത്രചികിത്സയിലേക്ക് തിരിയണം എന്നുള്ള ഒരു താല്പര്യത്തോടുകൂടി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉള്ള അന്ന് നേത്രചികിത്സ കൈകാര്യം ചെയ്യുന്ന പ്രായമായിട്ടുള്ള ആളുകളും മറ്റും അനുഭവ സമ്പത്തുള്ളവരുടെ അടുത്ത് ചെല്ലുകയും അതുപ്രകാരം കൂടുതലായിട്ട് തിരുവല്ലയ്ക്കടുത്ത് നിരണം എന്നുള്ള സ്ഥലത്ത് കോയിക്കൽ തുണ്ടിയിൽ എന്നുള്ള ഒരു വീട്ടിൽ പാരമ്പര്യമായിട്ട് ചെയ്യുന്ന കുട്ടികൃഷ്ണൻ നായർ എന്ന് പറയുന്ന ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ അച്ഛനും മുത്തശ്ശന്മാരും കാലം മുതൽ നേത്രചികിത്സ കൈകാര്യം ചെയ്തിരുന്നത്. അപ്പോൾ അവരുടെ അടുത്ത് നിന്ന് പാരമ്പര്യമായിട്ടുള്ള നേത്രചികിത്സയുടെ പാഠങ്ങൾ അവിടെ താമസിച്ച് ഗുരുകുല രീതിയിൽ നമ്മൾ അഭ്യസിച്ചു. പൊതുവെ അങ്ങയുടെ അടുത്ത് ഏതുതരം പ്രായത്തിലുള്ള ആൾക്കാരാണ് കൂടുതൽ ഈ നേത്ര ചികിത്സ തേടി എത്താറുള്ളത്? അങ്ങനെ ഒരു പ്രായഭേദം എന്ന് പറയാനായിട്ട് നമുക്കങ്ങനെ കഴിയില്ല. കാരണം 3 വയസ്സുള്ള കുട്ടി അല്ലെങ്കിൽ 3 മാസം പ്രായമുള്ള അല്ലെങ്കിൽ പ്രസവിച്ച് 2 മാസമായ കുട്ടികൾക്കുള്ള കംപ്ലൈന്റ് മുതൽ ആശുപത്രിയിൽ വരാറുണ്ട്. 85, 86 വയസ്സ്, 90, 93 വയസ്സ്. നമ്മുടെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ അച്ഛന് 93 വയസ്സിലാണ് അദ്ദേഹം വരുന്നത്. പ്രധാനമായിട്ടും വാസ്കുലർ പ്രോബ്ലംസ്, ഈ രക്തസംബന്ധമായിട്ടുള്ള പ്രമേയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ അല്ലെങ്കിൽ ഞരമ്പ് സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, കൃഷ്ണമണിക്കുണ്ടാകുന്ന അലർജി, കണ്ണിനുണ്ടാകുന്ന അലർജി, അങ്ങനെയുള്ള കാര്യങ്ങളിലാണ് കൂടുതൽ ആയുർവേദത്തിൽ തേടി വരുന്നത്. എന്നാൽ ഈ ആയുർവേദത്തിൽ തിമിരത്തിന് ശസ്ത്രക്രിയ ഒഴിവാക്കി ഒരു ചികിത്സാ രീതിയുണ്ടോ? ശസ്ത്രക്രിയ ഒഴിവാക്കുക എന്നുള്ള ഒരു ഇതല്ല, ശസ്ത്രക്രിയ ആയുർവേദത്തിലും പറയുന്നുണ്ട്. ഇപ്പൊ തിമിരം, ഉദാഹരണത്തിന് തിമിരം തന്നെ എടുക്കുകയാണെങ്കിൽ തിമിരത്തിന്റെ 2-3 അവസ്ഥകൾ പറയുന്നുണ്ട്. തിമിരം, കാജം, ലിംഗനാശം എന്ന് പറയുന്ന, ആന്ധ്യം എന്ന് പറയുന്ന അവസ്ഥ പറയുന്നുണ്ട്. അതിൽ കാജവും ലിംഗനാശവും പറയുന്ന 2-3 ഘട്ടങ്ങളിൽ അത് ക്രമേണ ശസ്ത്രക്രിയ തന്നെ ചെയ്യണം എന്നാണ് പറയുന്നത്. ആയുർവേദ വിധി പ്രകാരം ശസ്ത്രക്രിയകൾ അതിൽ വിവരിക്കുന്നുണ്ട്, പുസ്തകങ്ങളെല്ലാം വിവരിക്കുന്നുണ്ട്. അപ്പൊ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ അത് കൂടുതൽ പ്രയത്നിച്ച് എടുക്കുന്നതിന് പകരം ആധുനികമായിട്ടുള്ള ശസ്ത്രക്രിയാ രീതികൾ ഒട്ടനവധി ഒരുപാട് കാലം മുന്നിലാണ്. അതിന്റെ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് ഉണ്ട്. സേഫ്റ്റി മെഷർ എല്ലാം വെച്ച് നോക്കുമ്പോൾ, ഹൈജീൻ എല്ലാം വെച്ച് നോക്കുമ്പോൾ അത് ഒത്തിരി മുന്നോട്ട്. അപ്പൊ നമ്മൾ അതിലേക്ക് അതിന്റെ പാട്ടിന് വിടുക എന്നുള്ളതാണ്. ആധുനിക രോഗനിർണയ ഉപാധികൾ ഉപയോഗിച്ച്
ആയുർവേദത്തെ കൂടുതൽ ജനകീയമാക്കാൻ സാധിക്കും? തീർച്ചയായിട്ടും. ഞാൻ എൻ്റെ ഒരു ഗവേഷണ രംഗത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ ഈ ആധുനികമായിട്ടുള്ള ഇന്നത്തെ സ്റ്റേറ്റ് ഓഫ് ദ ആർട്ട് എന്ന് പറയുന്ന നമ്മൾ ഈ കാലഘട്ടത്തിനനുസൃതമായിട്ടുള്ള സാങ്കേതിക വിദ്യ നമ്മൾ പരമാവധി ഉപയോഗിച്ച് അല്ലെങ്കിൽ അത് ഉപയോഗിക്കുന്ന സ്ഥലങ്ങളിലെ സഹായം തേടി ഇപ്പം നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾ കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. അത് നമ്മൾ മറ്റുള്ള കേന്ദ്രങ്ങളിൽ അതിനെ രോഗിയെ പരിശോധിച്ച് ആ ഒരു സങ്കേതങ്ങളിലെ തനത് പ്രാഗൽഭ്യം നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ആയുർവേദ ചികിത്സ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് എന്താണ് പറ്റുന്നത് വെച്ചാൽ നമ്മൾ അന്ധമായിട്ട് ചികിത്സ ചെയ്യുന്നില്ല. ഒരു രോഗത്തിന്റെ പൂർണ്ണ അവസ്ഥയെ നമ്മൾ മനസ്സിലാക്കി അതിനെ നന്നായിട്ട് പഠിച്ചിട്ട് തന്നെയാണ് ആയുർവേദം പ്രയോഗിക്കാൻ പറ്റുന്നത്. അപ്പൊ ഏതെല്ലാം രീതിയിൽ ആയുർവേദത്തിന് പ്രയോജനം കിട്ടും അല്ലെങ്കിൽ ആയുർവേദം കൊണ്ട് പ്രയോജനം ലഭിക്കും, ഏതെല്ലാം രംഗത്ത് ആയുർവേദത്തിന്റെ ഇത് മാത്രം പോരാ എന്നുള്ളതും കൂടെ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. അഭിമുഖത്തിനിടയിലും ഡോക്ടർ രോഗികളെ വിസ്മരിക്കുന്നില്ല. ചികിത്സാക്രമങ്ങൾക്ക് ഭംഗം വരാതെ അവരുടെ അടുത്തേക്ക് നീങ്ങുകയാണ് ഡോക്ടർ. ശരിയായ നിർദ്ദേശങ്ങളിലൂടെ തർപ്പണത്തിന്റെ ശാസ്ത്രീയത വ്യക്തമാക്കി കൊടുക്കുകയാണ്. സൈനസ് പോലുള്ള അസുഖങ്ങൾക്കുള്ള ശിരോവസ്തിയുടെ ഗുണമേന്മകളും അദ്ദേഹം നമ്മോട് പങ്കുവച്ചു. നേത്രരോഗങ്ങൾ സാധാരണക്കാരായ പലരും നിസ്സാരമായി കാണുന്നതാണ് രോഗപീഠകൾ വർദ്ധിക്കാൻ കാരണം. കാഴ്ചശേഷി കുറഞ്ഞിട്ടില്ലെന്ന് സമൂഹത്തെ ധരിപ്പിക്കാനുള്ള പ്രവണത കൂടുതൽ കാഴ്ചാവൈകല്യങ്ങളിലേക്ക് ഒരു വ്യക്തിയെ കൊണ്ടുചെന്നാക്കുമെന്ന് ഡോക്ടർ മുന്നറിയിപ്പ് നൽകുന്നു. വായിക്കുമ്പോഴുള്ള മങ്ങൽ, പുസ്തകത്തിന്റെയും കണ്ണിന്റെയും അകലവ്യത്യാസം എന്നിവ കാലാകാലങ്ങളിൽ മനസ്സിലാക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിക്കുന്നു. ആയുർവേദത്തിലെ നേത്രചികിത്സയുടെ മേന്മകൾ കാലത്തിനൊത്ത് മനസ്സിലാക്കിയ പലരും ഈ ചികിത്സാരീതിയെ വർണ്ണിക്കുന്നതും മറ്റൊന്നും കൊണ്ടല്ല. In Ayurveda, they have cures to cure a disease totally, and that's why I come to India. We like what happened during the treatment because it's a special manner of treatment. For us, it's all new because we have not seen it. In the beginning, it was very different to me. There is a big difference between Ayurvedic treatment and traditional allopathic treatment. I cannot say what the treatment did yet, but I have good feeling with the treatment, yes. കാഴ്ച സംബന്ധമായിട്ട് രോഗികൾക്ക് വേണ്ടി വരുന്ന ചില പ്രക്രിയകളാണ്, ചികിത്സാ രീതികളാണ് തർപ്പണം. അതായത് കണ്ണിൽ ഔഷധങ്ങൾ ചേർത്തിട്ടുള്ള നെയ്യ് കാച്ചിയത്, ചെറിയ തണുപ്പില്ലാതെയും ചെറിയ ചൂടിലും, അങ്ങനെയുള്ള അവസ്ഥയിൽ കണ്ണിന് പുറമെ തടം വച്ചിട്ട് ഉഴുന്നുമാവ് കൊണ്ട് തടം കെട്ടി കണ്ണിൽ പ്രയോഗിക്കുന്നതിനാണ് തർപ്പണം ക്രിയ എന്ന് പറയും. കണ്ണിന് തൃപ്തിയെ കൊടുക്കുന്നതാണ് തർപ്പണം എന്നുള്ള സംസ്കൃത വാക്ക്. തർപ്പണം ചെയ്യുന്നുണ്ട്, നസ്യം ചെയ്യുന്നുണ്ട്. മൂക്കിൽ ഔഷധങ്ങളായിട്ട് കാച്ചിയ എണ്ണ കൊണ്ടും അല്ലെങ്കിൽ ചില ഔഷധങ്ങളുടെ സ്വരസം കൊണ്ടും പിഴിഞ്ഞ് നീരെടുത്ത് അതുകൊണ്ടും മറ്റും നസ്യം ചെയ്യാറുണ്ട്. അത് രണ്ട് രീതിയിൽ ചെയ്യാം. അത് ശോധനമായിട്ട് ചെയ്യാം, കണ്ണിലെ സൈനസുകളിലുള്ള കഫം കളയാനും അതുപോലെ തന്നെ ഞരമ്പുകൾക്ക് പുഷ്ടി കൊടുക്കാനായിട്ടുള്ള രണ്ട് രീതിയിലുള്ള നസ്യങ്ങൾ ചെയ്യാറുണ്ട്. കഷായ ധാരയുണ്ട്. ഏതൊരു ചികിത്സയും കണ്ണിന്റെ ചികിത്സ ആരംഭിക്കേണ്ടത് ധാരയിൽ കൂടിയാണെന്നാണ് ആചാര്യന്മാർ പറയുന്നത്. അതുപോലെ കണ്ണിൽ ഈ കഷായങ്ങൾ കൊണ്ടുണ്ടാക്കി അരിച്ചെടുത്തിട്ട് അതിൽ തേൻ ചേർത്തിട്ട് അത് ഹണി തെറാപ്പി എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കഷായധാര ചെയ്യുന്നുണ്ട്. പിന്നെ കൂടുതൽ വാദികമായിട്ടുള്ള അസുഖങ്ങൾ അല്ലെങ്കിൽ കാഴ്ച സംബന്ധമായിട്ടുള്ള അസുഖങ്ങളിൽ ശിരോവസ്തി പോലുള്ള തലയ്ക്ക് ചുറ്റും റെക്സിൻ കൊണ്ട് ബാൻഡ് കെട്ടിയിട്ട് നമ്മൾ അതിനകത്ത് ഏകദേശം 1.5 ലിറ്ററോളം എണ്ണ, ഔഷധങ്ങളിട്ട് കാച്ചിയ എണ്ണ നമ്മൾ അതിൽ നിർത്തുന്നുണ്ട്. ഏകദേശം 1 മണിക്കൂറോളം നിർത്തുന്നു. അങ്ങനെ ശിരോവസ്തി, അതുപോലെ ചില രക്തസംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ അലർജി സംബന്ധമായിട്ടുള്ള രോഗങ്ങളിൽ അട്ടയിടുന്നുണ്ട്. അതുകൂടാതെ ഔഷധങ്ങൾ അകത്തേക്ക് കഴിക്കാനുള്ള മരുന്നുകളും ആയുർവേദ ഔഷധങ്ങൾ കൊടുക്കുന്നു. അതുപോലെ ഇന്ന് വളരെയധികം ആളുകളെ നമ്മുടെ സമൂഹത്തിൽ വളരെയധികം ആൾക്കാരെ അലട്ടുന്ന ഒരു രോഗമാണ് മൈഗ്രെയിൻ. ആയുർവേദത്തിൽ ഈ മൈഗ്രെയിന് ഒരു ശരിയായ ഒരു ചികിത്സയുണ്ടോ? വളരെയധികം ഒരുപാട് രീതിയിലുള്ള മൈഗ്രെയിൻ. ഇപ്പം എല്ലാ മൈഗ്രെയിനും ആയുർവേദം കൊണ്ട് തീർന്നു കളയുന്നൊന്നും നമ്മൾ അവകാശപ്പെടുന്നില്ല. എങ്കിൽ പോലും
വളരെയധികം തരത്തിലുള്ള മൈഗ്രെയിൻ ഒരുപാട് വർഷങ്ങളായിട്ട് ദുരിതം അനുഭവിക്കുന്ന ഒരുപാട് രോഗികൾക്ക് നമ്മൾ ചികിത്സ ചെയ്യാറുണ്ട്. വളരെ നിസ്സാരമായിട്ടുള്ള ചികിത്സകൾ കൊണ്ട് തന്നെ, അതായത് നേരത്തെ സൂചിപ്പിച്ച നസ്യം പോലുള്ള ശോധന നസ്യങ്ങളെ കൊണ്ട് കഫം കളയുക, അല്ലെങ്കിൽ ശിരോവസ്തി, അല്ലെങ്കിൽ ശിരസിൽ വയ്ക്കുന്ന മരുന്നുകൾ, അങ്ങനെയുള്ള അവസരങ്ങളെ കൊണ്ടും അകത്തേക്ക് കഴിക്കാനുള്ള കഷായങ്ങളൊക്കെ മറ്റേ കൊടുത്ത് ധാരാളം കേസുകളിൽ മൈഗ്രെയിൻ ചെയ്യാൻ സാധിക്കാറുണ്ട്. ഗോകുലിനെ തേടിയെത്തിയ പുരസ്കാരങ്ങളും നിരവധിയാണ്. അമേരിക്കയിൽ നിന്നുള്ള അശോക പുരസ്കാരം, ചൈൽഡ് റിലീഫ് ആൻഡ് യുവിന്റെ ഫെലോഷിപ്പ്, ജൂനിയർ ചേംബറിന്റെ കമലപത്ര പുരസ്കാരം എന്നിവ ഈ ബഹുമതികളിൽ ചിലത് മാത്രം. ഡോക്ടർ ഗോകുലൻ ആയുർവേദത്തിന്റെ ഭാവിയിൽ തികഞ്ഞ ആത്മവിശ്വാസമാണ് പുലർത്തുന്നത്. ഇന്ന് ലോകത്തിൽ ആയുർവേദം വളരെയധികം വളർന്നിട്ടുണ്ടെങ്കിലും നമ്മുടെ കേരളത്തിൽ ഒരു രണ്ടാം തരത്തിലേക്കാണ് ആയുർവേദം വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെപ്പറ്റി അങ്ങയുടെ അഭിപ്രായം എന്താണ്? ആയുർവേദം എന്നുള്ളതിന്റെ ലാസ്റ്റ് വാക്കാണ് കേരള ആയുർവേദം. അങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ പോലും കേരളത്തില് ഇപ്പൊ താങ്കൾ സൂചിപ്പിച്ച പോലെ രണ്ടാം കിടാന്നോ അങ്ങനെയുള്ള ഒരു തലത്തിൽ വരുന്നു എന്ന് പറയുന്നത് ആ കേരളത്തിലുണ്ടായിട്ടുള്ള ഒരുപാട് വ്യത്യാസങ്ങളിലൊരു ആകത്തുകയാണ്. കഴിഞ്ഞ 5000 വർഷങ്ങൾ നോക്കിയത് കൂടാതെ പുതിയൊരു ഘട്ടത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. കാരണം ഈ 5000 വർഷം തനത് ആയുർവേദമായിട്ട് നിലനിന്നിരുന്നതാണ്. എന്നാൽ ഈ കഴിഞ്ഞ ഒരു 10-50 വർഷമായിട്ടാണ് ആയുർവേദം കഷായ രൂപത്തിലും ഗുളിക രൂപത്തിലും ക്യാപ്സൂളും മറ്റുമൊക്കെ ആയിട്ട് ചുരുങ്ങിയത്. വെറും ഏതാനും 10-30 വർഷത്തെ ഇതിലാണ്. ഈ 10-5000 വർഷത്തെ പൈതൃകമാണ് നമ്മളിങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇനി അങ്ങോട്ടുള്ള മാറ്റം പ്രവചനാതീതമായിരിക്കാം. ഏത് രീതിയിൽ മാറും നമുക്ക് പറയാൻ സാധിക്കില്ല. എങ്കിൽ പോലും ആയുർവേദത്തിന് തീർച്ചയായിട്ടും ആയുർവേദത്തിനെ ഉള്ളൂ ഭാവി. കാരണം ഒരു ബയോ മെഡിസിൻ എന്ന രീതിയിൽ നമ്മുടെ ശരീരത്തെ തൊട്ടുണർത്തുന്ന ഒരു ചികിത്സാ രീതി, അല്ലെങ്കിൽ ശരീരത്തിൽ ചേർന്ന് പോകുന്ന ഒരു ചികിത്സാ രീതി എന്നുള്ള അല്ലെങ്കിൽ ആയുർവേദത്തിൽ വളരെയധികം ഭാവികളുണ്ട്. ശരിയാണ്, കേരളീയ ആയുർവേദം കലർപ്പില്ലാത്ത അമൃതധാരയായി ലോകം അംഗീകരിക്കുകയാണ്. ഇതിനെ നെറുകയിലെത്തിക്കുന്നതിന് ഇത്തരം ദിഷണാശാലികൾ ഇനിയും ഉണ്ടാകേണ്ടിയിരിക്കുന്നു. വൈദ്യമഠം നാരായണൻ നമ്പൂതിരിയുടെയും രാഘവൻ തിരുമുൽപ്പാടിന്റെയും ഉത്തമ ശിഷ്യനായ ഈ യുവ ഡോക്ടർക്ക് ഇനിയുമുണ്ട് ഈ രംഗത്ത് ചെയ്യുവാൻ ഏറെ കാര്യങ്ങൾ. അതിനുള്ള പിന്തുണയും ബലവും ജഗദീശ്വരൻ നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആയുർവേദ ചികിത്സയിലൂടെ സമൂഹത്തിന് കൂടുതൽ പ്രകാശം പകരുവാൻ ഡോക്ടർ BG ഗോകുലിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഇതോടുകൂടി ഇന്നത്തെ പ്രഭാതവന്ദനം സമാപിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ഞായറാഴ്ച ആശംസിച്ചുകൊണ്ട് നമസ്കാരം.